പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ആദ്യോടന്തം ഈ പ്രോഗ്രാമിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞൊരു വർഷം മുഴുവൻ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്യും. കൂടുതലായി ദൈവത്തോട് അടുക്കുവാനും സമയം ചെലവഴിക്കാനും വചനം പഠിക്കുവാനും ഒക്കെയും സഹായിച്ചു. നമ്മളെല്ലാവരും ഏറെ നാളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ സെൻട്രൽ സ്കൂൾ YP LM സംയുക്ത വാർഷികാഘോഷം എന്ന ഈ മനോഹര സായനത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള സ്വാഗതം അറിയിക്കുന്നു. ഇന്നത്തെ ഈ സമയം ഒരു പരിപാടി മാത്രമല്ലാതെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓർമ്മിക്കാവുന്നതും ദൈവത്തോട് കൂടുതൽ അടുക്കാവുന്നതുമായ സമയമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വെറും പെർഫോമൻസ് മാത്രമല്ല, ഓരോ പ്രാക്ടീസിന്റെ പിന്നിലും അവരുടെ ഡെഡിക്കേഷൻസ് ഉണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഇവിടെ കാണുന്ന ഓരോ കുഞ്ഞുങ്ങളുടെയും ചിരികളിൽ അവരുടെ പേരൻസിന്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇന്നിവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാംസും കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എക്സൈറ്റഡ് ആണോ? താങ്ക് യു. എനിക്ക് പലരുടെ ഫേസിൽ ഒരുപാട് എക്സൈറ്റ്മെന്റ് കാണുന്നുണ്ട്. പരിപാടി അവതരിപ്പിക്കുന്നവരുടെ ഫേസിൽ ടെൻഷൻസ് ഉണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണം, നമ്മുടെ കർത്താവ് ഈ പ്രോഗ്രാം അടിപൊളിയായിട്ട് നടത്തി തരും. ഞങ്ങൾ അധികം മനസ്സ് നീട്ടുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, അധ്യാപകർ, പേരൻസ്, എല്ലാ മെമ്പേഴ്സ് നമ്മളെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും നല്ല സന്ദേശങ്ങൾ നൽകാനും നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. നമ്മളെ അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? അവരെ നമ്മളെ എൻകറേജ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത്? നല്ല കൈയടികളിലൂടെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ കോൺഫിഡൻസോട് കൂടി ഈ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ സഹായിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ 2026 സൺഡേ സ്കൂൾ YP LM ആനിവേഴ്സറി. നല്ലൊരു കൈയടിയോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. When we begin with God, we begin the right way. The Bible says in Proverbs 16 verses 3, "Commit your works to the Lord, and your plans will be established." ഈ അനുഗ്രഹീതമായ സായാഹ്നം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി ബ്രദർ ജോർജ് ഈപ്പനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ അടയ്ക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിന്റെ സായം സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിശുദ്ധ സഭായോഗം കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നു. സന്തോഷത്തോടെ അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ഭവനങ്ങളിൽ മടങ്ങിപ്പോയി വിശ്രമിപ്പാനും ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ കർത്താവെ, അതിലേക്ക് ഞങ്ങൾ എല്ലാവരെയും കർത്താവ് ഒരിക്കൽ കൂടി കൂട്ടി വരുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യൗവനക്കാരെ, ഞങ്ങളുടെ സഹോദരി സമാജത്തെ ഒക്കെ കർത്താവ് അനുഗ്രഹകരമായി നടത്തിയ എല്ലാ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭയുടെ എല്ലാ പുത്രിക സംഘടനകളെയും കർത്താവ് അനുഗ്രഹപ്രദമായി പ്രവർത്തിപ്പാൻ, അതിന് നേതൃത്വം കൊടുക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞൊരു വർഷക്കാലം സഹായിച്ചതിനാൽ, ബലപ്പെടുത്തിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമയം കർത്താവെ, ഞങ്ങളുടെ ആനിവേഴ്സറിയുമായി ഞങ്ങൾ ദൈവസ്ഥലത്തിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, ചില മണിക്കൂറുകളിൽ ഞങ്ങൾ ദൈവസ്ഥലത്തിലായിരിക്കുമ്പോൾ കർത്താവെ സ്തോത്രം, അത് ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ ഞങ്ങളുടെ ഏവരുടെയും ആത്മീക ഉത്തേജനത്തിനും പ്രചോദനത്തിനും കർത്താവെ കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. ഞങ്ങൾ എന്ത് ചെയ്താലും അതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കുമാറാകണം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവസ്ഥലത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് ഇത്രത്തോളം ഇതിന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവ് പിന്നെയും അവരെ അനുഗ്രഹിക്കുകയും ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ കർത്താവിനെ പിന്നെയും ഏറിയ കൃപകൾ നൽകി ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണം. ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട ഒരു സൺഡേ സ്കൂളും ഒരു യുവതലമുറയെ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യും. അവരിൽ കർത്താവ് പകർന്നിരിക്കുന്ന ടാലന്റുകൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയ്ക്ക് അവർ അഭിമാനമായി നിൽപ്പാൻ ദൈവമേ അവർ ഇടയാക്കിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിലധികം ഞങ്ങൾക്ക് സന്തോഷിപ്പാൻ മറ്റൊന്നും വകയില്ലല്ല കർത്താവ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളരുന്നത് കണ്ട് പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ച
നിങ്ങളുടെ വൈപി മീറ്റിങ്ങുകൾക്കായി നേതൃത്വം കൊടുക്കുന്നവർക്കായി സ്തോത്രം. LMന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഇതിന്റെ 3 പ്രവർത്തനങ്ങളുടെ സംയുക്തമായ ഈ ആനിവേഴ്സറിയിൽ കർത്താവേ, ഈ ആലയത്തിലെ കർത്താവേ, ഇവിടെ അവതരിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അതിൽ ഒരുക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇന്ന് പകൽക്കാലം സായം സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സന്തോഷവും അനുഗ്രഹവും ഞങ്ങൾ കർത്താവ് നൽകി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാണ് അവരുടെ എല്ലാ പ്രോഗ്രാമുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി, ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായി, ചെറുപൈതങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് കടന്നു വരാനുള്ളവരെ എത്രയും വേഗം കർത്താവ് കൂട്ടിവരുത്തുമാറാകണം. ഞങ്ങളുടെ ദൈവദാസനും ആ കുടുംബത്തിനായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനങ്ങൾക്കെല്ലാം കർത്താവ് പിൻപിൽ നിന്നുകൊണ്ട് കർത്താവ് ഇതിനു വേണ്ടി കർത്താവ് ചുമല് കൊടുപ്പാൻ കർത്താവ് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവ് ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു, തുടർന്നും കർത്താവ് സഹായിക്കുവാനാകണം. ഈ സമയത്ത് കർത്താവ് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കർത്താവിന്റെ ബലമുള്ള കരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇതൊരു അനുഗ്രഹമാക്കിയാണ് കർത്താവ് അതിനെ ആശീർവദിച്ചാണ് കർത്താവ് കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയാണ്, മുതിർന്നവരെ അനുഗ്രഹിച്ചാണ് കർത്താവ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത സന്തോഷത്തോടെ കർത്താവ് ദൈവത്തിന് മഹത്വം കരറ്റി മടങ്ങി പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും കർത്താവിനെ നാമം മഹത്വമെടുത്താട്ട് ഞങ്ങളെ ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് മഹത്വം കർത്താവ് എടുത്താട്ട് വരവിനായി ഞങ്ങളെ ഒരുക്കിയാട്ട് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം. പിതാവേ, താങ്ക് യു സോ മച്ച് ബ്രദർ ജോർജ് ഈപ്പൻ അങ്കിൾ. കർത്താവ് വളരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓഡിയൻസ് നിങ്ങൾ എല്ലാവരും റെഡി ആണോ? ഓക്കെ, അടുത്തതായി നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാനായി നമ്മൾക്ക് ദൈവം തന്ന ദാനങ്ങളായ കുഞ്ഞുമക്കൾ, നമ്മുടെ നാളത്തെ സഭയാകാൻ പോകുന്ന നമ്മുടെ കുഞ്ഞു മണികൾ, അവരുടെ സ്നേഹവും സന്തോഷവും കുഞ്ഞു ചുവടുകളിലൂടെ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. അല്ലേ സയോണ? അതെ. Children are a gift from the Lord and the little steps can bring great joy. അടുത്തായി നമ്മുടെ കുഞ്ഞു മിടുക്കന്മാരും മിടുക്കിലും ഒക്കെ നമുക്ക് വേണ്ടി ഒരു വെൽക്കം ഡാൻസ് റെഡി ആക്കിയിട്ടുണ്ട്. അതായിട്ട് സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെ ഒരു വലിയ കൈയോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. We welcome you this day with smile on our face, with love.
വളരെ മനോഹരമായ ഒരു ഡാൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടത് അതിന് കൈയ്യടി പോരാ, നല്ലൊരു കൈയ്യടി അപ്രീഷിയേറ്റ്. പ്രത്യേകിച്ച് ഈ ഡാൻസ് കൊറിയോഗ്രാഫി അവരെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ജോനയാണ്. ജോനയ്ക്ക് ഒരു സ്പെഷ്യൽ കൈയ്യടി അത് അർഹിക്കുന്നതാണ്. അടുത്തതായി ഈ ആഘോഷത്തിന് ഒരു ഔദ്യോഗിക തുടക്കം കുറിക്കുന്ന മനോഹര നിമിഷത്തിലേക്കാണ് നാം കടക്കുന്നത്. ഇന്നത്തെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കർത്തൃദാസനും മേപ്രാൾ ചർച്ചിന്റെ സഭാ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ സോജൻ ടി.ടി. അവരുടെയാണ്. സോ ലെറ്റ്സ് വെൽക്കം അവർ ചെയർമാൻ പാസ്റ്റർ സോജൻ ടി.ടി. ടു ദ സ്റ്റേജ്. നിറഞ്ഞ കൈകളോട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇത്രയും മനോഹരമായ പ്രോഗ്രാമുകളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഉദ്ഘാടനം അത് ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയാണ് ഭൂരിഭാഗം പേരിലും. ഞാനും ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ നിമിഷത്തിൽ അത് ദൈവകരങ്ങളിൽ ഈ പ്രോഗ്രാമുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ സഭായോഗത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ അവതരണങ്ങളും ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ സഹായകരമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ ബോധവൽക്കരണം വിവിധ നിലകളിലാണ്. യേശുക്രിസ്തുവിന്റെ ലൈംഗിക ജീവിതകാലത്ത് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ തന്റെ ആഗമനോദ്ദേശം പോലും അറിയിച്ചത് ഉപമകളിൽ കൂടെയാണ്, കഥകളിൽ കൂടെയാണ്. ആ ഉപമകളിൽ കൂടെ, കഥകളിൽ കൂടെ തന്റെ ആഗമനോദ്ദേശവും മനുഷ്യനെ കാത്തിരിക്കുന്ന നിത്യമായ രക്ഷയൊക്കെ വളരെ നല്ല രീതിയിൽ ഉപമകളിൽ കൂടെ അവതരിപ്പിച്ചു. അതിൽ ഹാസ്യമൊക്കെ ചില ഉപമകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ചില ചിന്തകൾ ആ ഉപമകളിൽ കൂടെ കാണാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഈ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നമ്മെ തന്നെ കാണുന്ന നമ്മിൽ ഒരാൾ നാം ഈ സ്കിറ്റിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഹാസ്യത്തോടെ ഹ്യൂമറൊക്കെ ആയിട്ട് ഒത്തിരി അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാമുകൾ നമ്മെ തന്നെ കാണാൻ സഹായിക്കട്ടെ. ആ നല്ല നാളിനെ ലാക്കാക്കി ജീവിപ്പാൻ ഇത് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ നല്ല സംരംഭത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ലേഡീസ് പ്രിൻസസ് YP സൺഡേ സ്കൂളൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ടീച്ചേഴ്സൊക്കെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ കുഞ്ഞുങ്ങളെ സജ്ജരാക്കിയിരിക്കുകയാണ്. അവരുടെ ആ അധ്വാനത്തെ കർത്താവ് മാനിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കായി ഒരുക്കപ്പെട്ട് നല്ല ദിനത്തിനായി വാർഷിക സമ്മേളനമായി ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുമ്പോൾ ആദിയോട് അന്ത്യം അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ ആലോചനയും അങ്ങയുടെ കൃപയും അതിന്റെ മേൽ പകരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. മഹത്വത്തിനായിട്ട് വലിയ ചെയ്യണം. എല്ലാ പ്രോഗ്രാമുകളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. പ്രാർത്ഥനയുടെ കരുണയ്ക്കായി നന്ദി. യേശു കർത്താവിൻ പുണ്യനാമത്തിൽ തന്നെ പിതാവേ. ഇവിടെ കൂടി വന്നിരിക്കുന്നവരുടെ അനുമതിയോടെ, 3 ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലക്കാരുടെ അനുമതിയോടെ ഈ പ്രോഗ്രാമിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. കർത്താവ് നമ്മെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് Spiritual leadership is leading people closer to God. ആ ദൗത്യം വളരെ വിശ്വസ്തയോടെ നിറവേറ്റുന്ന നമ്മുടെ പ്രിയ പാസ്റ്ററിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്വാഗതവും അറിയിക്കുന്നു. ബൈബിൾ പറയുന്നു, സ്നേഹത്തോടെ ഒരുത്തൻ മറ്റൊരുത്തനെ സ്വീകരിപ്പീൻ. ആ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഇന്നത്തെ ഈ ആലോചനയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യാനായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും മനസ്സ് കവർന്ന നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡോക്ടർ നിഖിൽ വർഗീസ് സണ്ണിനെ നല്ല കൈകളോട് സ്വാഗതം ചെയ്യാം. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഭാ ശുശ്രൂഷകരെ, ആദരണീയരായ അതിഥികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സൺഡേ സ്കൂൾ അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ അനുഗ്രഹീതമായ സൺഡേ സ്കൂൾ വാർഷികാഘോഷ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മനോഹരമായ അവസരം നമുക്ക് ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തോട് ആദ്യം തന്നെ സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ യോഗത്തിൻ്റെ ഉടനീളം ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്ററും സഭാ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ സോജൻ ടി.ടിക്കും കുടുംബത്തിനും പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. വളരെ സ്നേഹത്തോടെയും പോസിറ്റീവായ സമീപനത്തോടെയും എല്ലാവരോടും ഇടപെടുന്ന ഒരാളാണ് പാസ്റ്റർ. ഞങ്ങളോടൊപ്പം വളരെ എളുപ്പത്തിൽ ചേർന്ന് നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്ന് വന്നുകൊണ്ടിരിക്കുന്ന മുഖ്യ അതിഥിയായ ബ്രദർ ജോബി കെ.സി.ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. ബ്രദർ ജോബി കെ.സി കേരളത്തിലുടനീളം സുപരിചിതനായ ഒരു പ്രമുഖ മലയാള
ക്രൈസ്തവ ശുശ്രൂഷകനും യുവജന ടെലിവിഷൻ പ്രസംഗകനുമാണ്. അദ്ദേഹം പ്രത്യേകിച്ച് പൗരുഷൻ TV-യിലെ വേർഡ് ടൈം, ലേൺ ടൈം, കിഡ്സ് ചർച്ച് എന്നീ ആത്മീയ പരിപാടികളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വിവിധ യുവജന ക്യാമ്പുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷനുകൾ തുടങ്ങിയ ആത്മീക സംഗമങ്ങളിൽ അതിഥി പ്രസംഗികനായി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നു. ഈ സായാഹ്നത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ്. ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ സഭാ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജോബിൻ വർഗീസ്, ട്രഷററായിരുന്ന ഞങ്ങൾ, YP സെക്രട്ടറി ബ്രദർ ജസ്റ്റിൻ പി സാമുവൽ, LM സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ പ്രിജി സജി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥത്തോടെയും എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നവരാണ് ഇവരെല്ലാം. ഈ വാർഷിക ആഘോഷത്തിന്റെ എല്ലാ ഒരുക്കങ്ങളിലും, റിഹേഴ്സലുകളിലും, ക്രമീകരണങ്ങളിലും എല്ലാം ഓരോ ഘട്ടത്തിലും ഞങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അവരുടെ സഹകരണമാണ് ഈ പരിപാടിയെ ഇത്രയും മനോഹരമാക്കിയത്. സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ പരിപാടി മനോഹരമാക്കി ഒരുക്കുവാൻ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടി മനോഹരമായി നയിക്കുന്ന നമ്മുടെ MC-മാരായ സൈമൺ പ്രസാദ്, സ്റ്റെഫി മാമൻ സ്നേഹത്തോടെ ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. സായന സമയമായിട്ടും സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. ഇന്നത്തെ പരിപാടിയെ കൂടുതൽ മനോഹരമാക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാ മാതാപിതാക്കളെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും സഹകരണവും ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ നിലകളിലും സഹായിക്കുകയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ദൈവം ഏവരെയും അനുഗ്രഹിക്കുന്നു. Great minds don't just lead, they inspire, that turns ideas into reality. എപ്പോഴും പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരികയും എല്ലാ കാര്യങ്ങളും മനോഹരമായി നടത്തുവാൻ നമുക്ക് പ്രോത്സാഹനം തരികയും ഇപ്പോൾ സ്വാഗത വാക്കുകൾ പറഞ്ഞ സെൻട്രൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഡോക്ടർ നിഖിൽ വർഗീസ് തന്നെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്തതായി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ YPയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനായി വിത്ത് ഗ്രേറ്റ് ജോയ് ആൻഡ് അപ്രിസിയേഷൻ വി വാംലി ഇൻവൈറ്റ് ദ ഡൈനാമിക് ആൻഡ് ഡെഡിക്കേറ്റഡ് YP സെക്രട്ടറി ബ്രദർ ജസ്റ്റിൻ ബി സാമുവൽ ടു പ്രസന്റ് ദ YP റിപ്പോർട്ട്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം സമ്പാദിക്കുക, വിവേകം നേടുക, മറക്കരുത്, എൻ്റെ വചനങ്ങൾ വിട്ട് മാറിയേണ്ടത് സദൃശ്യ 4-5. മേപ്രാം ദേവസഭയുടെ പുത്രിക സംഘടനയായ YPയുടെ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട് കർത്താവ് പ്രിയരും. മുൻ വർഷങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ വർഷവും YP മീറ്റിങ്ങുകൾ അനുഗ്രഹം നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. എല്ലാ മാസത്തിലും 2ാമത്തെ ആഴ്ച ആരാധനയോട് കൂടി ചേർന്ന് YP മീറ്റിങ്ങുകൾ നടത്തിവരുന്നു. പ്രായഭേദം കൂടാതെ ഏവരും ദൈവം നൽകിയ താലന്തുകൾ പ്രയോജനപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നു. എല്ലാവരും വലിയ താല്പര്യത്തോടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. പ്രവർത്തന മണ്ഡലം പാസ്റ്റർ സോജൻ TT പ്രസിഡന്റായി, ജസ്റ്റിൻ വി സാമുവൽ സെക്രട്ടറിയായി, റിയാൻ സോണി ജോയിന്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ടാലന്റ് ടെസ്റ്റ് കഴിഞ്ഞ വർഷം സഭാതലത്തിൽ താരതമ്യം നടത്തി 1-2 സ്ഥാനം ലഭിച്ചവർ സെൻട്രൽ തലത്തിൽ മത്സരിക്കുകയും നമ്മുടെ സഭയ്ക്ക് 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അവിടെ വിജയിച്ചവർ സോണൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും മത്സരിക്കുകയും ചെയ്തു. YP ദിനം കഴിഞ്ഞ വർഷം നമ്മൾ ജൂലൈ 11 YP ദിനം ആചരിക്കുകയും അന്നേ ദിവസവും സ്പെഷ്യൽ ഓഫറിംഗ് എടുക്കുകയും ചെയ്തു. YP ക്യാമ്പ് സെപ്റ്റംബർ 4, 5, 6 മുളപ്പുഴ വെച്ച് നടത്തപ്പെട്ട YP ജനറൽ ക്യാമ്പിൽ നമ്മുടെ പല കുഞ്ഞുങ്ങളും താമസിച്ച് ആ ക്യാമ്പിൽ പങ്കെടുക്കുവാനിടയായി. 1 Day Tour ഈ മെയ് മാസം 16-ാം തീയതി ഒരു 1 Day Tour നടത്തുവാനിടയായി. ചാലക്കുടിയിലുള്ള സിൽവർ സ്റ്റോമിലേക്ക് ആണ് അത് ക്രമീകരിച്ചത്. ഏകദേശം 62 പേർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവരും അതിൽ സാമ്പത്തികമായി സഹായിച്ചവരും സ്വദേശത്തുള്ള വിദേശത്തുള്ളവരോടും ഉള്ള പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. സാമ്പത്തികം YP മീറ്റിംഗിന് എടുക്കുന്ന സ്തോത്രകാഴ്ച അനേക വരുമാനം കൂടാതെ ദൈവങ്ങൾ നൽകുന്ന മനഃപൂർവ്വ ദാനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസമാകും. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ദേവദാസന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും സഹകരണവും വളരെ അനുഗ്രഹമായിരുന്നു. കൂടാതെ സഭാ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി മെമ്പേഴ്സ് അതുപോലെ എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും കൂട്ടായ്മയും വിലപ്പെട്ടതായിരുന്നു.
തുടർന്നും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഉപസംഹരിച്ചുകൊള്ളുന്നു. A person who serves with compassion and dedication always makes a difference that turns ordinary work extraordinary. YP പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാവരും ഒപ്പം നിർത്തുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ ജസ്റ്റിൻ അശാസിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തിരുവചനത്തിൽ ദാവീദ് ഒരു കൊച്ചു ബാലനായിരുന്നു അല്ലേ? പക്ഷേ ദൈവം അവനെ വലിയ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ചെറിയ അവതരണത്തിലൂടെ വലിയൊരു സന്ദേശം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയിക്കാൻ നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്കിറ്റ്. സോ ലെറ്റ്സ് വെൽക്കം അവർ ചാർമിംഗ് ആൻഡ് ടാലന്റഡ് സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ടു പ്രസന്റ് എ മീനിംഗ്ഫുൾ സ്കിറ്റ്. നല്ലൊരു കൈ കൊടുക്കുക. തിരിച്ചു കിട്ടിയ സമാധാനം. സീൻ 1. ദൈവത്തോടൊപ്പം ഉള്ള ബാല്യം. രാവിലെ വീട്ടിലെ സീൻ. അമ്മ അടുക്കളയിൽ, അജോ ബൈബിൾ വായിക്കുന്നു. ഇവൻ അജോ കുഞ്ഞുനാളിൽ മുതൽ സൺഡേ സ്കൂളിൽ പോയി വളർന്ന ഒരു കുട്ടി. പ്രാർത്ഥനയും ബൈബിൾ വായനയും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അജോ, സമയമായി മോനെ, സൺഡേ സ്കൂളിൽ പോകണ്ടേ? പോകണം അമ്മേ, ഇന്നല്ലേ മെമ്മറി വേഴ്സ് കോമ്പറ്റീഷൻ. ഫസ്റ്റ് അടിച്ചിട്ട് വേണം ഹെഡ് മാസ്റ്ററിന്റെ മുന്നിൽ കൂടെ ഞെരിഞ്ഞു കിടക്കാൻ. അപ്പൊ വചനമൊക്കെ പഠിച്ചോ? യഹോവ എന്റെ ഇടയിലായിരുന്നു, ഈ മുട്ട് ഉണ്ടാകത്തില്ല. മുട്ടല്ല മോനെ, മുട്ടുണ്ടാകില്ല. യഹോവ ഇടയിലായാൽ നമ്മുടെ കാൽമുട്ടിനൊന്നും സംഭവിക്കത്തില്ല. ഓ സോറി അമ്മേ, ആ ടെൻഷൻ എന്ന് പറഞ്ഞു പോയതാ. വളരെ നന്നായി പഠിച്ചിട്ടുണ്ട് കേട്ടോ മോനെ. പഠിപ്പും ജോലിയും എല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. പക്ഷെ ദൈവത്തെ മറക്കരുത് കേട്ടോ. അതെ അമ്മേ, ഞാൻ ഒരിക്കലും ദൈവത്തെ മറക്കില്ല. സീൻ 2. സൺഡേ സ്കൂൾ. കുട്ടികൾ ഇരിക്കുന്നു. ടീച്ചർ ക്ലാസ് എടുക്കുന്നു. ജീവിതത്തിൽ പല ടെംപ്റ്റേഷൻസ് വരും. ഫ്രണ്ട്സ് വിളിക്കും, ലോകം വിളിക്കും. പക്ഷെ ദൈവത്തെ പിടിച്ചു നിന്നാൽ മാത്രമേ യഥാർത്ഥ സന്തോഷം കിട്ടൂ. ടീച്ചർ, ദൈവത്തിൽ നിന്ന് അകന്ന എന്ത് സംഭവിക്കും? ലോകമോഹത്തിൽ ജീവിച്ചാൽ സന്തോഷമുണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഉള്ളിൽ സമാധാനം ഇല്ലാതാകും. ടീച്ചർ, ചിലർ ദൈവത്തെ വിട്ടിട്ട് ഹാപ്പിയായി ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അജോ, ലോകത്തിന്റെ സന്തോഷം ടെമ്പററി ആണ്. ദൈവം നമുക്ക് തരുന്ന സമാധാനം പെർമനന്റ് ആണ്. ടീച്ചർ, പ്രലോഭനങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എക്സാം ടൈമിൽ കോപ്പി അടിക്കാൻ പ്രലോഭനം വന്നാൽ എന്ത് ചെയ്യണം? എക്സാം ടൈമിൽ നന്നായിട്ടങ്ങ് പഠിച്ചാൽ മതി. ഓർക്കണം, ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളുടെ അടുത്ത് വരും. സീൻ 3. കോളേജ് ലൈഫ് ബിഗിൻസ്. കാലം കടന്നു. അജോ കോളേജിൽ ചേർന്നു. പുതിയ ഫ്രണ്ട്സ്, പുതിയ ഫ്രീഡം, പുതിയ ജീവിതം. നീ പുതിയതല്ലേ? എപ്പോ വന്നു? അല്ലടാ, ഞാൻ കുറച്ച് പഴയതാ. വന്നിട്ട് 10-15 വർഷമായി. പേരത് വന്നുടനെ തന്നെ ഇവനെ വാങ്ങിയവരാണ്. നൈസ് ബ്രോ. ഇവനെങ്കിൽ ബാധിക്കുന്നുണ്ടോ? ആക്ച്വലി എനിക്ക് പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രയർ മീറ്റിംഗോ? ഞങ്ങളുടെ ബാറിൽ രണ്ടെണ്ണം അടിക്കാൻ നോക്കടാ. നീ ഈ സൺഡേ സ്കൂളാണല്ലോ ബ്രോ. ഇവൻ കനലിൽ പോകുമ്പോൾ പോലും പ്രൈസ് ചേട്ടാ ഒരു ലഞ്ച് എന്നായിരിക്കും പറയുക. അല്ല, ഞാനൊന്ന് നോക്കട്ടെ. സ്ലോലി ചേഞ്ച്. പതിയെ പതിയെ അജോ മാറി തുടങ്ങി. പ്രാർത്ഥന കുറഞ്ഞു, ബൈബിൾ അടഞ്ഞു, കുപ്പി തുറന്നു. ബാറിൽ അറ്റൻഡൻസ് ഫുൾ പെർഫെക്റ്റുമായിരുന്നു. ജസ്റ്റിനെ, അമ്മ ബിസിയാ, പിന്നെ വിളിക്കാം. മോനെ, നീ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടല്ലോ. അമ്മ പ്ലീസ്, ഇപ്പൊ സമയമില്ല. ഡാ 2 റൗണ്ട് ഓടിക്കും. തളക്കി പിടിച്ചിട്ടില്ല. ഓ ഏത് ശരി. ഹലോ ഡാ, എന്തൊക്കെയുണ്ട്? നാളെ യൂത്ത് മീറ്റിങ്ങിന് വരുമോ? ഇല്ലടി, അസൈൻമെന്റ് ഉണ്ട്. ലാസ്റ്റ് വീക്ക്
സാറേ, ഇന്നലെ പ്രൊജക്റ്റ് നീ അവിടെ നിന്ന് റോക്കറ്റ് വിടാനുള്ള റിസർച്ചാണോ? എവ്രിവൺ ചേഞ്ചസ് ബ്രോ. യൂത്ത് അല്ലേ, എൻജോയ് ചെയ്യാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? എടാ ഒന്ന് കേറ്റി വിളിക്കടാ. ഇതിലും കൂടിയ സാധനം ഉണ്ട്. അനീഷ് ബ്രോ എന്നതാ, എടുക്കട്ടെ? സീൻ 5 എംപ്റ്റിനെസ്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഫണ്ണുണ്ടായിരുന്നു, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു ശൂന്യത വളർന്നു. എന്തിനെനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുന്നേ? എത്ര കുടിച്ചിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ. ഫോൺ നോക്കുമ്പോ എല്ലാരും ഭയങ്കര ഹാപ്പി ആണല്ലോ, എന്താ എനിക്ക് മാത്രം സന്തോഷമില്ലാത്തത്? ഫോണിൽ 1000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായി, പക്ഷെ ഹൃദയത്തിൽ ഒരു സമാധാനവുമില്ലായിരുന്നു. ദൈവം തരുന്ന സമാധാനം പെർമനന്റാണ്. പ്രാർത്ഥന നിർത്തരുത് മോനെ, ദൈവം നിന്നെ ഒരിക്കലും കൈവിടില്ല. അയ്യോ, ഞാൻ ദൈവത്തെ എവിടെ നഷ്ടപ്പെടുത്തി. അധ്വാനിക്കുന്നവരും ബാധിച്ചു കൊടുക്കുന്നവരെ എന്റെ അടുത്ത് കരുതി. ദൈവമേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയി, എന്നാൽ നീ എന്നെ കൈവിട്ടില്ലല്ലോ. എനിക്ക് വീണ്ടും ആ പഴയ സമാധാനം വേണം. സീൻ 6 റിട്ടേൺ ടു ഗോഡ്. അച്ഛോ, നീ വന്നോ? അതെ, ഞാൻ തിരിച്ചു വന്നു. സ്വത്രം. ഞാൻ വിചാരിച്ചു നീ സൺഡേ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഹിസ്റ്ററി ആയി പോയെന്ന്. എന്താ പറ്റിയത് നിനക്ക്? ഞാൻ ലോകത്തിന്റെ ഹാപ്പിനെസ് അന്വേഷിച്ചു, പക്ഷെ സമാധാനം കിട്ടിയത് ദൈവത്തിനടുത്ത് വന്നപ്പോഴാണ്. അജോ, ഞങ്ങൾ നിനക്കായി പ്രാർത്ഥിച്ചിരുന്നു. ടീച്ചർ, നിങ്ങൾ പഠിപ്പിച്ച വചനങ്ങൾ ഞാൻ മറന്നില്ല. ടീച്ചറിന്റെ ആ വാക്കുകളാണ് ഞാൻ തിരിച്ചു വരാനുള്ള കാരണം. ദൈവവചനം ഒരിക്കലും വെറുതെ ആകില്ല മോനെ. കോളേജ്, ഫ്രണ്ട്സ്, ഫൺ എല്ലാം ജീവിതത്തിൽ വരാം, പക്ഷെ ദൈവത്തെ നഷ്ടപ്പെടുത്തിയാൽ സമാധാനം നഷ്ടപ്പെടും. ദൈവത്തിൽ നിന്ന് അകന്ന മക്കളെ പോലും അവൻ വീണ്ടും വിളിക്കും. എത്ര ദൂരം പോയാലും തിരിച്ചു വരാൻ ദൈവത്തിന്റെ വീട് എപ്പോഴും തുറന്നിരിക്കും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. No matter how far we go, God's love always brings us back. It is never too late, and He never gives up on us. ദൈവത്തിലേക്കുള്ള മടങ്ങി വരവിന്റെ വളരെ മനോഹരമായ സന്ദേശം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്ന സൺഡേ സ്കൂൾ ടീമിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. മനോഹരമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മളിവിടെ കാണുന്നതല്ലേ ചേച്ചി? അതെ, ഒന്നിനൊന്നിനും മെച്ചമുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ പിള്ളേർ സെറ്റിലെ വളരെ രണ്ട് കുഞ്ഞു മിടുക്കിമാരുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ആക്ഷൻ സോങ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം ജുവാന ആൻഡ് നഥാനിയ ഓൺ സ്റ്റേജ്.
പ്രായത്തിലും സ്റ്റെപ്സ് ഒന്നും മറന്നു പോകുന്ന വളരെ മനോഹരമായി കളിച്ച നമ്മുടെ കുഞ്ഞു മക്കൾ ജുവാന, നദാനിയ, നല്ലൊരു കൈഡ് കൊടുക്കുക അവർക്ക്. അടുത്തായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി പാട്ട് കേൾക്കാം. അതിനായിട്ട് ബ്രദർ ലിവിൻസിനെ വിമർശനം. എല്ലാവർക്കും നല്ലൊരു കൈഡ് കൊടുത്താണ് ലിവിൻസിനാണ്. എനിക്കൊരു തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എനിക്കൊരു തമഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000-ൽ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശു, സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നൻ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നൻ. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെൻ യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000-ൽ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശു. നല്ലൊരു കൈഡി ലിപ്സിന് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഈ സിസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പലപ്പോഴായി നാം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിശ്വസ്ത നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് കഴിഞ്ഞ വർഷത്തെ സെൻട്രൽ സ്കൂളിന്റെ അനുഗ്രഹമായ വളർച്ചയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഡോക്ടർ മിനിൽ ബർഗസാമി മുന്നോട്ട് ക്ഷണിക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കും. ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. സൺഡേ സ്കൂൾ റിപ്പോർട്ട് 2025-26. ദൈവത്തിന് മഹത്വം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. റോമർ 8:28. ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ മേപ്രാൽ ദൈവസഭയുടെ പുത്രിക സംഘടനയായ സൺഡേ സ്കൂളിൻ്റെ
2025-26 റിപ്പോർട്ട് സസന്തോഷം സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അളവട്ട കൃപയാൽ സഭയുടെ ആത്മീയ പിന്തുണയാൽ ഈ വർഷം സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ അനുഗ്രഹപൂർണ്ണമായും ക്രമബദ്ധമായും നടത്തപ്പെടുവാൻ ഇടയായി. പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ആത്മീയ വിദ്യാഭ്യാസവും വചന പഠനവും നൽകുന്നതിനായി 13 അധ്യാപകരും 2 സപ്പോർട്ടിംഗ് സ്റ്റാഫ് അധ്യാപകരും ആത്മാർത്ഥമായി സേവനം അനുഷ്ഠിച്ചു. 2025 ഏപ്രിൽ 13 മുതൽ 2026 മെയ് 10 വരെ ആകെ 44 സൺഡേ സ്കൂൾ ദിനങ്ങൾ നടത്തപ്പെട്ടു. ഓരോ ഞായറാഴ്ചയും രാവിലെ 8:30 സൺഡേ സ്കൂൾ ആരംഭിക്കുകയും വളരെ ക്രമബദ്ധമായി എല്ലാ പ്രവർത്തനങ്ങളും നടത്തപ്പെടുകയും ചെയ്യുന്നു. സൺഡേ സ്കൂളിൻ്റെ ആരംഭത്തിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് അധ്യാപകർ ഗാനങ്ങൾ പഠിപ്പിക്കുകയും കുട്ടികളെ ആത്മീക ഗാനങ്ങൾ പരിശീലിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് സങ്കീർത്തനം വായിക്കുകയും വിദ്യാർത്ഥികൾ സങ്കീർത്തനത്തിൽ നിന്ന് ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. അതിനുശേഷം ബൈബിൾ ക്വിസ് നടത്തപ്പെടുകയും ചെറിയ കുട്ടികൾ പ്രാർത്ഥിച്ചതിനു ശേഷം ഓരോ ക്ലാസുകൾ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആത്മീയ വളർച്ചയും വചന പഠന താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. 2024 ഓഗസ്റ്റ് 11 തീയതിയാണ് ബ്രദർ സോണി സി രാജ് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ നേതൃത്വത്തിലും ക്രമീകരണ ശേഷിയും സൺഡേ സ്കൂൾ വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചു. 2026 മാർച്ച് 22 വരെ അദ്ദേഹം ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 2026 ഏപ്രിൽ 19 തീയതി ഡോക്ടർ നിഖിൽ വർഗീസ് സണ്ണി സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടു. അധ്യാപകരുടെ സഹകരണത്തോടെയും സഭയുടെ പ്രാർത്ഥനാ പിന്തുണയോടെയും സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂൾ ബോർഡിന്റെ നേതൃത്വത്തിൽ പരീക്ഷകൾ വിജയകരമായി നടത്തപ്പെട്ടു. 2025 നവംബർ 16 1ാം സെമസ്റ്റർ പരീക്ഷ നടത്തപ്പെട്ടു. 2026 മെയ് 10 വാർഷിക പരീക്ഷയും അനുഗ്രഹപൂർണ്ണമായി നടത്തപ്പെട്ടു. ഈ പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ വചന പഠനത്തിനും ആത്മീയ അറിവിനും കൂടുതൽ ഉത്സാഹം നൽകുവാൻ സഹായകമായി. താലന്ത് പരിശോധനകൾ ചർച്ച തലത്തിൽ നടത്തപ്പെടുകയും 1ഉം 2ഉം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾ സെന്റർ തല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 20 നടന്ന ജില്ലാ താലന്ത് പരിശോധനയിൽ നമ്മുടെ സൺഡേ സ്കൂൾ മികച്ച വിജയം കരസ്ഥമാക്കി സെന്റർ തലത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി ഇടയായി. 2025 ഒക്ടോബർ 2 മുളക്കൊഴിയിൽ വെച്ച് നടന്ന തിരുവല്ല സോണൽ താലന്ത് പരിശോധനയിൽ നമ്മുടെ സഭയിലെ ജൊഹാന മരിയ സോണി ഉപന്യാസ രചനയിൽ 1ാം സ്ഥാനവും പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചു. ജോവാഷ് ജോബിൻ വർഗീസിന് സോളോയിൽ 2ാം സ്ഥാനവും ബൈബിൾ ക്വിസ് 2ാം സ്ഥാനവും ലഭിച്ചു. അക്സ സൂസൻ ജേക്കബിന് വാക്യമെഴുത്ത് മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചു. ഈ വിജയങ്ങൾ സൺഡേ സ്കൂളിന് വലിയ അഭിമാനമായി മാറി. 2025 ഒക്ടോബർ 20 നടന്ന സ്റ്റേറ്റ് തല താലന്ത് പരിശോധനയിൽ ജൊഹാന മരിയ സോണിക്ക് പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനവും അക്സ സൂസൻ ജേക്കബിന് വാക്യമെഴുത്ത് മത്സരത്തിൽ 3ാം സ്ഥാനവും ലഭിച്ചു. കടുത്ത മത്സരങ്ങളെ നേരിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ സംസ്ഥാന തലത്തിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത് ദൈവകൃപയുടെ തെളിവായി മാറി. 2025 ഒക്ടോബർ 31 മുതൽ നവംബർ 2 വരെ 3 ദിന ഉപവാസ പ്രാർത്ഥന നടത്തപ്പെട്ടു. ഈ യോഗങ്ങളിൽ കുട്ടികളും അധ്യാപകരും മാതാപിതാക്കളും ആത്മാർത്ഥമായി പങ്കെടുത്തു. 2025 നവംബർ 2 സൺഡേ സ്കൂൾ ഡേ അനുഗ്രഹപൂർണ്ണമായി നടത്തപ്പെട്ടു. വിവിധ ഗാനങ്ങളും ആത്മീയ പരിപാടികളും കുട്ടികൾ അവതരിപ്പിച്ചു. ആ യോഗത്തിൽ ജോവാഷ് ജോബിൻ വർഗീസ് ചെറിയ ആത്മീയ സന്ദേശം നൽകുകയും സഭയെ വചനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. 2025 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചിത്രരചന, കവിതാരചന തുടങ്ങിയ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു, സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഈ മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമായി. 2026 ഏപ്രിൽ 7 മുതൽ 11 വരെ UPFന്റെ നേതൃത്വത്തിൽ നടത്തിയ VBSൽ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. ആത്മീയ ഗാനങ്ങൾ, ബൈബിൾ ക്ലാസുകൾ, ഗെയിമുകൾ, വിവിധ ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവ കുട്ടികൾക്ക് വലിയ അനുഗ്രഹമായി. തുടർന്ന് 2026 ഏപ്രിൽ 13 മുതൽ 17 വരെ തിരുവല്ല സെന്ററിന്റെ നേതൃത്വത്തിൽ VBS നടത്തപ്പെട്ടു. നിരവധി കുട്ടികൾ അതിൽ പങ്കെടുക്കുകയും ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു. 2026 ഏപ്രിൽ 26 സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്നാന ശുശ്രൂഷ അനുഗ്രഹപൂർണ്ണമായി നടത്തപ്പെട്ടു. ഈ ആത്മീയ ശുശ്രൂഷയിൽ ഫെബിന സ്നാനം സ്വീകരിക്കുകയും ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്തു. 2026 മെയ് 16 സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ 62ഓളം പേർ അടങ്ങുന്ന സംഘത്തോടൊപ്പം സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിലേക്ക് ഏകദിന യാത്ര സംഘടിപ്പിച്ചു. ഈ യാത്ര കുട്ടികൾക്കും അധ്യാപകർക്കും ഏറെ സന്തോഷവും കൂട്ടായ്മയും നൽകുന്ന അനുഭവമായി മാറി. 2024
2026 മെയ് 24 തിരുവല്ല സെന്ററിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ഭാവി പഠനത്തിനും തൊഴിൽ മേഖലകളെയും കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ലഭിക്കുവാൻ ഈ ക്ലാസ് സഹായകമായി. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ആത്മീയ നേതൃത്വവും പ്രാർത്ഥനാ പിന്തുണയും നൽകിയ പ്രിയപ്പെട്ട പാസ്റ്റർ സോജൻ ടിറ്റിയുടെയും സഭാ സെക്രട്ടറി പാസ്റ്റർ ബ്രദർ ജോബിൻ വർഗീസ്, ട്രഷറർ ബ്രദർ ഉമ്മൻ തോമസ്, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരോടും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകിയ സഭയ്ക്കും കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഓരോ സൺഡേ സ്കൂളിന് ശേഷവും കുട്ടികൾക്കും അധ്യാപകർക്കുമായി ചായ സൽക്കാരം ഒരുക്കുന്ന പാസ്റ്റർ ആൻറ്റിക്കും പാസ്റ്റർ അങ്കിളിനും സൺഡേ സ്കൂളിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ വിജയകരമാക്കുന്നതിനായി സഹകരിച്ച എല്ലാ അധ്യാപകരോടും മാതാപിതാക്കളോടും സഭാംഗങ്ങളോടും സൺഡേ സ്കൂൾ നന്ദി അറിയിക്കുന്നു. സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സഹായങ്ങളും വിവിധ സംഭാവനകളും നൽകി സഹകരിച്ച എല്ലാ ദാതാക്കളോടും സൺഡേ സ്കൂളിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അവരുടെ സ്നേഹപൂർവ്വമായ സഹായങ്ങളും പ്രാർത്ഥനാ പിന്തുണയും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹപൂർണ്ണമായി മുന്നോട്ട് പോകുവാൻ വലിയ സഹായമായി. ഇതുവരെ നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് വരും വർഷങ്ങളിലെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ കൂടുതൽ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും മുന്നേറുവാൻ പ്രാർത്ഥിക്കുന്നു. വരവ് ചിലവ് കണക്കുകൾ. നമ്മുടെ മുൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ 22/3/2026 സ്ഥാനം ഒഴിയുമ്പോൾ വിട്ടിട്ട് പോയ ബാലൻസ് തുക 25,134 രൂപ. നമുക്ക് സ്പെഷ്യൽ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് റോയി പാസ്റ്റർ സ്കോട്ട്ലൻഡ് 5,000 രൂപ, സോണി സീരാജ് 5,000 രൂപ, ജോബിൻ വർഗീസ് 3,500 രൂപ. സൺഡേ സ്കൂളിൻ്റെയും YPയുടെയും സംയുക്തമായ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയും ട്രിപ്പും സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജസ്റ്റിൻ വി സാമുവൽ ഓൾറെഡി വായിച്ചുവല്ലോ. പിന്നീട് സ്തോത്ര കാഴ്ചയിൽ നിന്ന് 5 ആഴ്ച സൺഡേ സ്കൂൾ നടത്തപ്പെട്ടു. അതിൽ നിന്ന് കിട്ടിയ വരുമാനം 1,930 രൂപ. സൺഡേ സ്കൂൾ ആനിവേഴ്സറി ട്രിപ്പിൽ നിന്ന് ബാലൻസ് വന്നത് 11,252 രൂപ 50 പൈസ. ഇതോടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ ചെലവ് വരവ് കണക്കുകൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഇതോടെ 2025-26 വർഷങ്ങളിലെ സൺഡേ സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് സമാപിക്കുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഡോക്ടർ നിഖിലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നൽകിയ ടാലൻസ് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്, അല്ലേ സാറാണ്? അടുത്തതായി ഒരു കൊറിയോഗ്രഫിയാണ്. സോ ഗെറ്റ് റെഡി ടു വിറ്റ്നസ് എ സ്റ്റണ്ണിംഗ് കൊറിയോഗ്രഫി presented with passion and elegance by our Aksa Susan and team. So let's welcome them with a big round of applause. നല്ലൊരു കൈ കൊടുത്ത് അവരെ സ്വീകരിക്കാം.
മനോഹരമായിട്ടുള്ള കൊറിയോഗ്രാഫി കൊണ്ട് സ്റ്റേജിനെ സജീവമാക്കിയ അക്സാൻ ടീമിന് നല്ലൊരു കൈഡി ഒന്നുകൂടെ കൊടുക്കാം. അടുത്തതായി പ്രാർത്ഥനയിലും പിന്തുണയിലും എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ കൂട്ടായ്മയായിരിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ റിപ്പോർട്ട് അവതരിപ്പിക്കാനായി we warmly invite the graceful and submitted LF Secretary Sister Priji Saji to the stage. നല്ലൊരു കൈയ്യോടുത്ത് ആന്റിനെ സ്വീകരിക്കാം. Praise the Lord. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്യുക, വിശ്വസനീയത. കർത്താവിൽ പ്രിയരെ, എലമെന്റ് 2024-26 പ്രവർത്തന റിപ്പോർട്ട് ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു. എലമെന്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൾ തരികയും ചെയ്ത സോജൻ പാസ്റ്ററെയും കുടുംബത്തെയും എല്ലാ സഹോദരിമാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എലമെന്റ് ആദ്യത്തെ മീറ്റിംഗ് 14/5/24 ജിയാൻഡിയുടെ ഭവനത്തിൽ വെച്ച് പാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടത്തുവാനിടയായി. അതിനുശേഷം 30ഓളം മീറ്റിങ്ങുകൾ പല ഭവനത്തിലായി നടത്തുവാനും ഭവന സന്ദർശനം, രോഗി സന്ദർശനം തുടങ്ങിയ നടത്തുവാനും എല്ലമിന് കഴിഞ്ഞു. വരും കാലങ്ങളിലും എല്ലമിന്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി നടത്തുവാൻ എല്ലാ സഹോദരിമാരുടെയും പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് എല്ലമിന് വേണ്ടി സെക്രട്ടറി പ്രിജി സജി. സ്നേഹം, ജെനുവിനെസ്, സപ്പോർട്ട് എന്നിവ കൊണ്ട് എല്ലാം ഡിപ്പാർട്ട്മെന്റിനെ മനോഹരമായി നയിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ച് LM സെക്രട്ടറിയായ സിസ്റ്റർ പ്രിജി സജിയോടുള്ള നന്ദി അറിയിക്കുന്നു. Some people don't wait to be asked twice. They just step up and do it. അടുത്തതായിട്ട് ഒരു ഷോർട്ട് മെസ്സേജ് ആണ്. നമ്മുടെ ഇടയിലെ വളരെ ആക്റ്റീവായ ഒരു കൂട്ടുകാരനെ നമുക്ക് വിളിക്കാം. എല്ലാ കാര്യങ്ങളും ഒരു മടി കൂടാതെ ചെയ്യുകയും ഏറ്റെടുത്ത കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് നാട്ടിൽ അറിയാവോ? അറിയാവോ? അത് മറ്റാരുമല്ല, നമ്മുടെ ജോവാഷ് ആണ്. ഷോർട്ട് മെസ്സേജിനായിട്ട് ജോവാഷിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. നല്ലൊരു കൈ കൊടുക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ദേവാസഭ, ഇവിടെ കൂടി വന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ക്ഷമ എന്ന വിഷയത്തെ പറ്റിയാണ്. ക്ഷമ ഒരു ചെറിയ വാക്കാണ്, എന്നാൽ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. നമ്മളെ ഒരാൾ ദുഃഖിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അവരെ ക്ഷമിക്കുന്നതാണ്, അവരെ മാപ്പ് നൽകുകയാണ് ക്ഷമ എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളെ ഒരാൾ ദുഃഖിപ്പിക്കുമ്പോൾ നാം പ്രതികാരം വീട്ടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് സ്നേഹിക്കാനും ക്ഷമിക്കാനുമാണ്. നാം മത്തായി 6:14 വായിക്കുമ്പോൾ ഇങ്ങനെ നടന്നു: നിങ്ങൾ മനുഷ്യരോട് അവരുടെ തെറ്റുകൾ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കും. ഈ വാക്യത്തിൽ നമ്മൾ എന്തുവാണ് മനസ്സിലാക്കുന്നത്? നാം മറ്റുള്ളവരോട് തെറ്റുകൾ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചത്. ഈ വാക്യം നമ്മൾ വേറൊരു കാര്യം മനസ്സിലാവുന്നത്, ക്ഷമ എന്നത് ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്തൊക്കെ റോമൻ പട്ടാളക്കാരൊക്കെ യേശുവിനെ ഒത്തിരി ക്രൂരമായി മർദ്ദിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ യേശു അവരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എത്ര വലിയ സ്നേഹവും ക്ഷമയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളെ ഉപദ്രവിക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ള ഒരു പാഠമാണ് യേശു നമ്മളോട് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇന്ന് കുടുംബങ്ങളിലും സ്കൂളിലും സമൂഹത്തിലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ക്ഷമിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. ചെറിയ ചെറിയ തെറ്റുകൾ ഒരു മനസ്സിൽ വെച്ചിട്ട് നടക്കുമ്പോഴാണ് ബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത്. കൊലോസ്യർ 3:13 ഇങ്ങനെ വരുന്നു: കർത്താവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചതുപോലെ നിങ്ങളും തമ്മിൽ ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആനിവേഴ്സറി ദിനത്തിൽ നമുക്ക് പുതിയൊരു തീരുമാനം എടുക്കാം. നമ്മളെ ഉപദ്രവിച്ചവരെ നമുക്ക് ഹൃദയത്തിൽ നമുക്ക് അവരെ ക്ഷമിക്കാം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നല്ലൊരു ആശയം നമ്മൾക്ക് പങ്കുവച്ച ജോയഷിന് നന്ദി അറിയിക്കുന്നു. അടുത്തതായി വൈപ്പിയിലും എല്ലാ മേഖലകളിലും പങ്കെടുക്കുന്ന നല്ലൊരു ഗായകനാണ് നമ്മുടെ ബ്രദർ എബ്രഹാം ഉമ്മനങ്കൾ. നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കാനായി ഒരു ഗാനവുമായി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ബ്രദർ എബ്രഹാം ഉമ്മനങ്കൾ ടു ദ സ്റ്റേജ്. Praise the Lord. धन्यवाद के साथ स्तुति गाऊंगा यीशु मेरे खुदा, उपकार तेरे बेशुमार, कोटि कोटि स्तुति धन्यवाद के साथ स्तुति गा
कोटि कोटि स्तुति धन्यवाद उपकार तेरे बेशुमार कोटि कोटि स्तुति धन्यवाद योग्यता से बढ़ के दिया ये अपनी दया से तूने मुझे योग्यता से बढ़ के दिया ये अपनी दया से तूने मुझे मांगने से ज्यादा मिला मुझे आभारी हूँ प्रभु में मांगने से ज्यादा मिला मुझे आभारी हूँ प्रभु में धन्यवाद के साथ स्तुति गाऊंगा ये यीशु मेरे खुदा उपकार तेरे बेशुमार कोटि कोटि स्तुति धन्यवाद तू है सच्चा जिंदा खुदा तुझ पर ही भरोसा मेरा तू है सच्चा जिंदा खुदा तुझ पर ही भरोसा मेरा सेवा पूरी करके पहुँची ना प्रभु ऐसा दो वरदान सेवा पूरी करके पहुँची ना प्रभु ऐसा दो वरदान धन्यवाद के साथ स्तुति गाऊंगा ये यीशु मेरे खुदा उपकार तेरे बेशुमार कोटि कोटि स्तुति धन्यवाद धन्यवाद के साथ स्तुति गाऊंगा ये यीशु मेरे खुदा उपकार तेरे बेशुमार कोटि कोटि स्तुति धन्यवाद कोटि कोटि स्तुति धन्यवाद വളരെ മനോഹരമായ ഗാനം ആലപിച്ച ബ്രദർ എബ്രഹാം